ഈ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ MLA അനൂപ് ജേക്കബ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനൂപ് ജേക്കബ്, അങ്ങ് ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും. പറവൂരിൽ ഇപ്പോൾ ഏതാണ്ട് 50ഓളം പേരാണ് ഇപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ദേഹാസ്വസ്ഥയുമായി ബന്ധപ്പെട്ട് ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ടിട്ട് ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുന്നത്. കുറച്ച് നാളുകളായി തുടരുന്ന ഒരു സാഹചര്യമാണ്. നിരവധിയായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ആവർത്തിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഞാൻ നേരത്തെ ഒരിക്കൽ ഈ വിഷയത്തിൽ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഈ നടപടികൾ ഉണ്ട് എന്ന് പറയുന്നതും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണ് എന്ന് പറയുന്നതിലും ഒന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളുടെ ഇടയിൽ വളരെ തുടർച്ചയായിട്ട് ഭക്ഷ്യവിഷബാധ നിത്യ സംഭവം എന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വാർത്ത അല്ലാത്ത നിലയിലേക്ക് മാറുന്ന രീതി ഇപ്പോൾ വരികയാണ്. അതുപോലെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആവശ്യമായ ഇതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ആവശ്യമായ സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല. പിന്നെ ഇവർക്ക് ഇതിന്റെ പരിശോധനാ സംവിധാനങ്ങൾ, അതിന്റെ ശാസ്ത്രീയമായുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഇവർക്ക് പരിപൂർണമായിട്ടും ഇല്ല. ഇപ്പൊ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, ശാസ്ത്രീയമായ സാങ്കേതികമായുള്ള അതിന്റെ അനിവാര്യമായ കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്നില്ല, അതായത് ഭക്ഷ്യസുരക്ഷാ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ പിന്നീട് ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. ഈ എടുക്കുന്ന ഇവ പരിശോധിച്ച് എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള പഴകിയ ആഹാരങ്ങൾ പിടിച്ചെടുത്താൽ, ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്താൽ പിന്നീട് ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ അകത്ത് ചിലതൊക്കെ ഫൈൻ അടച്ചോ അല്ലാതെയൊക്കെ പോവുകയോ, അല്ലെങ്കിൽ പിന്നീട് അതിനോട് അനുബന്ധമായ ബാക്കി എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത് നാമമാത്രമായ പരിശോധനകളായി ഇത് അവസാനിക്കുകയാണ്. അതാണ് ഇത് ആവർത്തിക്കാനുള്ള പ്രധാന കാരണം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കാരണം ഈ തുടർച്ചയായി വരുന്ന വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഫുഡ് സേഫ്റ്റി ആക്ട് നിലവിലുണ്ട്. അതുകൊണ്ട് കർശനമായ നിലയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഗവൺമെന്റ് ഉണ്ട്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് എക്യുപ്ഡ് അല്ല എന്നുള്ളതാണ് ഇതിന്റെ വിഷയം. സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല, ഒപ്പം തന്നെ ഇവർക്ക് സാങ്കേതികമായിട്ടുള്ള വൈഭവമില്ല ഇത് പരിശോധിക്കാൻ. രണ്ട്, തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല. ഇതാണ് ഇത് ആവർത്തിക്കുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. പിന്നീട് ഇവിടെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ വന്നപ്പോൾ പറഞ്ഞു, ഇപ്പൊ ഫുഡ് കഴിക്കുന്നവരുടെ കാര്യങ്ങൾ ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ചർച്ചകളും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്, ഇപ്പൊ ഹോട്ടലുകൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ചെല്ലും. അപ്പൊ അത് ഒരാൾ ചൂസ് ചെയ്ത് ചെല്ലുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആ കൊടുക്കുന്ന ഭക്ഷണം അത് കൃത്യമായ നിലയിലാണെന്നും സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്താണെന്നും ഉറപ്പുവരുത്തുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനാണ്. അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിന്റെ ഈ വിഷയങ്ങൾ ആവർത്തിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. MLA ശ്രീ അനൂപ് ജേക്കബ്, അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമായും, അല്ലെങ്കിൽ ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആളുകളെയൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം ഒരുപക്ഷെ ഈ മെമ്പേഴ്സ് അല്ലാത്ത ആളുകളുടെ സ്ഥാപനങ്ങളിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു തരത്തിൽ ലൈസൻസ് പോലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇവർക്കില്ല എന്നുള്ള ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ FSSAI അംഗീകാരമില്ലാത്ത ഒരു കടകൾക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ലല്ലോ. അത് പിന്നെ എങ്ങനെ ലൈസൻസ് ഇല്ലാതെ, അവരുടെ അസോസിയേഷൻ അംഗമായിരിക്കില്ലായിരിക്കും ഒരു പക്ഷെ, അത് ശരിയായിരിക്കാം, എനിക്കറിയില്ല ആ കാര്യം. പക്ഷേ ഈ ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനങ്ങൾക്കും ഇത് വിൽക്കാനോ ഉൽപ്പാദിപ്പിക്കാൻ പോലും കഴിയത്തില്ല, പിന്നെ വിൽക്കാനും കഴിയത്തില്ല. അപ്പോൾ പിന്നെ ആ പറയുന്ന അർത്ഥമില്ല. അപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ നിയമം കർശനമായി പാലിക്കപ്പെടുക, അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിന് ആവശ്യമായ സ്റ്റാഫ് സ്ട്രെങ്ത് കൊടുക്കാനും നടപടികൾ ഉണ്ടാവുന്നു എന്ന് ഉറപ്പുവരുത്താനാണ്. പിന്നെ ഇതിന്റെ ബാക്ക്ഡോർ കളികൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ പിന്നിലൊക്കെയുള്ള അഴിമതി മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചിലര് ചെയ്യുകയും അവര് ഏതെങ്കിലും രീതിയിൽ ഇടപെടുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ കണ്ണടച്ചു കൊടുക്കുന്നതാവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും വരുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് ഈ വിഷയത്തെ നോക്കിക്കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങിപ്പോൾ ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനത്തിന്റെ ഒരു സമയം വരികയാണല്ലോ, ഈ ഒരു വിഷയം എന്തായാലും നിയമസഭയിൽ ഉന്നയിക്കുമോ? സ്വാഭാവികമായിട്ടും ഉയരാൻ പോകുന്ന വിഷയമാണല്ലോ ഇത്. കാരണം ഇത് ജനങ്ങളെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി ആനുകൂല്യമായി വരുന്ന എല്ലാ വിഷയങ്ങളും അതാത് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ. വളരെ നന്ദി ശ്രീ അനൂപ് ജേക്കബ്, ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. അശ്വതി ഉണ്ട് നമ്മോടൊപ്പം ലൈനിൽ. അശ്വതി, ഇത്തരത്തിലാണ് MLA